അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ ഈ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഏത് സമയത്താണോ, പല രാജ്യത്ത് പല സമയമാണല്ലോ, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും യേശു കർത്താവ് ഈ മാസം, ഈ ആഴ്ചയിൽ, ഈ ദിവസം അത്ഭുതകരമായിട്ട് വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമുക്ക് വരാം. 24-ാമത്തെ അധ്യായം. അവിടെ നമ്മൾ തുടർന്നുകൊണ്ടിരുന്ന കാര്യം, യെരുശലേമിൽ ആരാധിക്കാൻ പോയ പൗലോസിനെ ആലയത്തിൽ വെച്ച് പിടിച്ച് വളരെയധികം ഉപദ്രവിച്ച് കൊന്നുകളയാൻ നോക്കിയ സമയത്ത് ദൈവം അവനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പിന്നത്തേതിൽ പൗലോസിനെ കൊല്ലാൻ 40ഓളം പേർ അവനെ കൊല്ലാതെ ഇനി ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ലെന്ന് ശപഥം ചെയ്തത്. അതിൻ്റെ നടുവിൽ ദൈവം അവനോട് പറഞ്ഞു, നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ തന്നെ നീ റോമയിലും സാക്ഷീകരിക്കും. നീ ധൈര്യപ്പെടുക. ഇതിനിടയിൽ കൊല്ലാൻ അനവധി ആൾക്കാർ അനവധി പദ്ധതികൾ ഇട്ടു. അന്നത്തെ നേതാക്കന്മാർ മൊത്തം പൗലോസിനെതിരാണ്. അന്നത്തെ മതം പൗലോസിനെതിരാണ്. അന്നത്തെ നിയമം പൗലോസിനെതിരാണ്. എന്നിട്ടും പൗലോസിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. എത്ര ഭയങ്കരമാണ്! അതിൻ്റെ കാരണം, ദൈവം അറിയാതെ ഒരു മുടി പോലും കൊഴിയുന്നില്ല. മത്തായി 10:30-31 പറയുന്നു, നിങ്ങളുടെ ഓരോ മുടിയും എണ്ണപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഓരോ മുടിക്കും നമ്പർ ഇട്ടിട്ടുണ്ടെന്ന്. ഒരിക്കലൊരു ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു പൂർണ്ണ വളർച്ചയെത്തിയ പുരുഷന്റെ തലയിൽ 29,956 മുടിയുണ്ടാകും. അതിൽ അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷം പറയുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അതിൽ ഓരോ മുടിക്കും ദൈവം നമ്പർ ഇട്ടിരിക്കുകയാണ്. ഇനി അഥവാ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഓരോ ദിവസവും കുളിക്കുമ്പോൾ പല മുടികൾ നിലത്ത് വീഴുന്നില്ലേ? അത് പിതാവ് അറിയാതെയല്ല, അത് ദൂതന്മാരത് എഴുതി വെക്കുന്നുണ്ട്. ഓരോ മുടിക്കും നമ്പർ ഇട്ടിരിക്കുന്നു എന്നാണ്. അതായത് 34-ാം നമ്പർ മുടിയും 2315-ാം നമ്പർ മുടിയും ഇന്ന് കുളിച്ചപ്പോൾ ഇന്നയാളുടെ തലയിൽ നിന്ന്, ആ ദൈവ പൈതലിൻ്റെ തലയിൽ നിന്ന് താഴെ പോയിന്ന് ദൂതന്മാർ എഴുതി വെക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഏതായാലും നമ്പർ അവർക്ക്, കർത്താവിനും ദൂതന്മാർക്കൊക്കെ അറിയാം. ഓരോ മുടിക്ക് വരെ നമ്പറെങ്കിൽ ഒരു പ്രയോജനവുമില്ലാത്ത മുടി. അപ്പം നിങ്ങൾ പറയും ഭയങ്കര പ്രയോജനമാണ്. ഞാനതിന് പ്രയോജനം ഇല്ലെന്നാണ് പറയുന്നത്, കാരണം ഇല്ലാത്തത് കൊണ്ട്. ഏതായാലും നിങ്ങൾ പ്രയോജനമുണ്ടെന്ന് പറയുന്നതും ഞാൻ വലിയ പ്രയോജനമൊന്നും ഇല്ലെന്ന് പറയുന്നതുമായ മുടി ഓരോന്ന് നിലത്ത് വീഴുമ്പോഴും സ്വർഗസ്ഥനായ പിതാവ് അറിഞ്ഞിട്ടാണ്. എങ്കിൽ നമ്മുടെ ഓരോ അവയവങ്ങളെക്കുറിച്ചും കർത്താവിന് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഹൃദയം, കിഡ്നി, ലിവർ, ഓരോ അവയവങ്ങൾ എല്ലാം യേശു ചെവിയില്ലാത്തവന് ചെവി കൊടുത്തു, കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി, ശരീരത്തിൻ്റെ എല്ലാ രോഗത്തെയും കർത്താവ് സൗഖ്യമാക്കി, മരിച്ചവരെ പുറത്തു കൊണ്ടുവന്നു. ശരീരത്തിൻ്റെ മേൽ അവന് അവകാശവും അധികാരവുമുണ്ട്. അതുകൊണ്ടാണ് ശതാധിപൻ പറഞ്ഞത്, ഞാൻ 100 പേരുടെ മേൽ അധികാരമുള്ളവനാണ്. ആ 100 പേരോട് പറയുന്നതൊക്കെ അവർ ചെയ്യും. എന്നാൽ നീ ക്രിസ്തുവാണ്. ഭൂമിയിലുള്ള സകല മനുഷ്യന്റെ മേലും നിനക്ക് അധികാരമുണ്ട്. ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തും നിനക്ക് വിളിച്ചു വരുത്താൻ കഴിയും. മരണത്തിനും അധികാരമുണ്ട്, ജീവനും നിന്റെ കയ്യിൽ അധികാരമുണ്ട്. അതാണ് ശതാധിപൻ ഉദ്ദേശിച്ചത്. നീ ക്രിസ്തുവാണ്, നീ രാജാതിരാജാവാണ്, നിന്റെ രാജ്യത്തിന് അവസാനമില്ല. ആ അർത്ഥത്തിലാണ് ശതാധിപൻ പറഞ്ഞത്. അതുകൊണ്ട് നീ എൻ്റെ വീട്ടിനകത്ത് വരണ്ട. അപ്പോഴേക്ക് യേശു നടന്ന് ആ വീടോട് അടുക്കാറായി. ജംഗ്ഷൻ എത്തിയപ്പോൾ കുറച്ചു പേരെയും കൂടി ശതാധിപൻ വിട്ടു. നീ എൻ്റെ വീട്ടിൽ വരണ്ട. ആദ്യം അയച്ച കുറച്ച് പേരുണ്ട്, അവരെ വിളിക്കാൻ പോയതാണ്. പിന്നെ ശതാധിപൻ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ
ഇത്രയും മഹാനായ വലിയവനായ ദൈവത്തിൻ്റെ അപ്പോസ്തലൻ, ദൈവത്തിൻ്റെ പുത്രൻ എൻ്റെ വീട്ടിലെന്തിന് വരണം? എനിക്കതിന് യോഗ്യതയില്ല. അടുത്തൊരു ഗ്രൂപ്പിനെ വിട്ടു, ഇവിടെ കയറണ്ട, അതിനുള്ള യോഗ്യത എനിക്കില്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഞാൻ 100 പേരോട് പറഞ്ഞാൽ അത് നടക്കുന്നു. എന്നാൽ 100-ൽ ഒരുത്തൻ രോഗിയായി. ഇപ്പോൾ പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നുമില്ല, അനങ്ങുന്നുമില്ല. കാരണം എനിക്ക് രോഗത്തിൻ്റെ മേൽ അധികാരമില്ല. ആരോഗ്യമുള്ളവരോട് പറഞ്ഞാലേ ഞാൻ പറഞ്ഞാൽ അത് വർക്കാവൂ. എന്നാൽ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. എന്നാൽ നിനക്ക് സകല സൃഷ്ടിയുടെ മേലും അധികാരമുണ്ട്, നീ കർത്താവാണ്. അതിൻ്റെ അർത്ഥം ശതാധിപൻ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചെന്ന്. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ച വ്യക്തി പിന്നെ പേടിക്കരുത്, സകലതും നിയന്ത്രിക്കാൻ കഴിയുന്നവൻ. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, നീ ഉത്തര ദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിയിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. ഭൂമിയെ ഒരു ചരട് പോലും ഇല്ലാതെ വെറുതെ തൂക്കിയിട്ടിരിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഇവയൊന്നും ആരെങ്ങും തൂക്കിയിട്ടിട്ടില്ല. ദൈവം അതിനെ അതിൻ്റെ സ്വന്തമായ വഴിയിൽ വിട്ടിരിക്കുകയാണ്. എന്തൊരു അത്ഭുതമാണ്! ഒരു ക്രിസ്മസ് വരുമ്പോൾ ഒരു സ്റ്റാർ തൂക്കാൻ മരത്തേക്ക് കയറുന്ന നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നണം. ശൂന്യതയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഭൂമിയിലാണ് നമ്മൾ പലതും തൂക്കിയിട്ടിരിക്കുന്നത്. എത്ര ഭയങ്കരമാണ്! ശൂന്യതയിൽ ഭൂമിയെ ആക്കി വച്ചിരിക്കുന്ന, സകലതും തന്റെ ശക്തിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്ന, വഹിക്കാൻ കഴിയുന്നവൻ എന്നാണ് എബ്രായ ലേഖനം 1 വായിക്കുന്നത്. 1, 2, 3 വായിക്കുമ്പോൾ കാണാം. ആ കർത്താവ് നമ്മുടെ നായകനും കർത്താവുമായി മാറി. അതിൻ്റെ അർത്ഥം ഇന്ന് ഒന്നിനെ കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമേ ഇല്ല. എല്ലാം കർത്താവിൻ്റെ കൈകളിലാണ്. ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട. പൗലോസിനെ കൊല്ലാൻ എന്തെല്ലാം രാപ്പകൽ അവർ പദ്ധതിയിടുകയാണ്. പൗലോസിനെ കൊന്നിരിക്കും, അവരതിനുവേണ്ടി മാത്രം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ രോമത്തെ തൊടാൻ കഴിയുന്നില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ദൈവമക്കൾ അറിയണം, ഒരാൾക്ക് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീരാതെ അവനെ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയില്ല. കാരണം വാഗ്ദത്തം കൊടുത്തവനാണ് അത് പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഫിലിപ്പി ലേഖനം 1:4 കാണുന്നത്. ആരംഭിച്ചവൻ അവത് പൂർത്തിയാക്കും. ക്രിയേറ്റർ ആൻഡ് കംപ്ലീറ്റർ, സൃഷ്ടിച്ചവൻ പൂർത്തിയാക്കും. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോട് പറയട്ടെ, നിങ്ങൾ ഈ ഭൂമിയിലോട്ട് വന്നപ്പോൾ ഒരു പദ്ധതിയുമായിട്ടാണ് വന്നത്. നിങ്ങൾ വെറുതെ വന്നതല്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സിന് താഴെയാണെങ്കിലും ഡിഗ്രിക്ക് മുകളിലാണെങ്കിലും, നിങ്ങളുടെ സാമ്പത്തികം ഏറ്റവും ദാരിദ്ര്യമാണെങ്കിലും അല്ല ഏറ്റവും ഉയരത്തിലാണെങ്കിലും, ഇതൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. നിങ്ങളെക്കുറിച്ചൊരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിന് വേണ്ടി ഭൂമിയിൽ വന്നതാണ്. സ്നാപക യോഹന്നാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് കർത്താവ് അയച്ചത്? എന്തുകൊണ്ട് സക്കറിയാവും എലിസബത്തും വാർദ്ധക്യം വരെ ഈ കുഞ്ഞിനെ കാത്തിരുന്നു? അത് യേശു കർത്താവിനെ വഴിയൊരുക്കാൻ വരുന്നവനാണ്. അവൻ്റെ ടൈമിനെ അവന് വരാൻ പറ്റും. സക്കറിയാവും എലിസബത്തും കല്യാണം കഴിച്ച് 30 വയസ്സിനുള്ളിൽ യോഹന്നാന് വരാൻ പറ്റില്ല. സക്കറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും, അതായത് ആ നീതിമാന്റെ കുടുംബത്തിൽ ഇവൻ വരണം. വേറൊരു വീട്ടിലും വരാൻ പറ്റില്ല. ദൈവത്തിന്റെ സമയമായപ്പോൾ സക്കറിയാവിനും എലിസബത്തിനും പ്രായമായി. എങ്കിലും എന്താ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ലെന്ന്, അബ്രഹാമിനേക്കാൾ വലിയവൻ, പഴയ നിയമ വിശുദ്ധന്മാരെക്കാൾ, സ്ത്രീകളിൽ ജനിച്ച എല്ലാവരേക്കാൾ വലിയവൻ. കാരണം യേശുവിനെ ചൂണ്ടിക്കാണിച്ചു. യേശുവിനെ കുറിച്ച് പ്രവചിച്ചു എന്നല്ല,
യേശുവിനെ കുറിച്ച് എഴുതിയെന്നല്ല, അത് യേശയ്യാവും ഒത്തിരി പേരെഴുതി. എന്നാൽ യേശുവിനെ നേരിട്ട് ചൂണ്ടിക്കാണിച്ചു. അതാണ് ഏറ്റവും വലിയ പദവി. ഏറ്റവും വലിയ പദവിക്ക് വേണ്ടി ദൈവം ഒരുത്തനെ ഒരുക്കി. അപ്പൊ അവനൊരു പ്രോഗ്രാമോടുകൂടിയാണ് വന്നത്. യോഹന്നാൻ മാത്രമല്ല, ശിംശോൻ ജനിക്കുന്നത് അങ്ങനെയാണ്. അവൻ ജീവപര്യന്തം ദൈവത്തിന് നാസിർ വിധസ്ഥനാണ്. വീഞ്ഞും മദ്യവും കുടിക്കരുത്, ശവത്തെ തൊടരുത്, വൃതസ്ഥനായിരിക്കണം. ഒരു അസൈൻമെന്റോടുകൂടിയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. എത്ര ഭയങ്കരമാണ് ഓരോ മനുഷ്യന്റെ ഭൂമിയിലേക്കുള്ള വരവ്. അതിൻ്റെ അർത്ഥം പുരുഷന്റെ ഇഷ്ടത്താൽ അല്ല, സ്ത്രീയുടെ ഇഷ്ടത്താലും അല്ല. എനിക്ക് 2 പിള്ളേര് വേണം, അങ്ങനെയൊന്നും വിചാരിച്ചാൽ വരുന്നതല്ല പിള്ളേര്. ദൈവത്തിന്റെ പ്രോഗ്രാമാണ്. ഇന്ന് ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന 850 കോടിയാണോ എനിക്കറിയില്ല. 850 എന്ന് പറയുമ്പോൾ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. 860 ആകുകയാണ്. ഈ കാണുന്ന ജനിച്ച ഈ വഴിയിൽ കിടക്കുന്നതും കൊട്ടാരത്തിൽ കിടക്കുന്നതും എല്ലാം ദൈവത്തിന്റെ പ്രോഗ്രാമിന് വേണ്ടി ജനിച്ചവരാണ്. ഇത് തിരിച്ചറിഞ്ഞ് അവരതിലേക്ക് വരുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. അല്ലെങ്കിലോ അവരുടെ വിളിയെ പൂർത്തിയാക്കാതെ, അവരെ നിത്യമായ സ്വർഗത്തിലേക്ക് കയറാതെ, ദൈവത്തിന്റെ പ്രോഗ്രാം പൂർത്തിയാക്കാതെ നരകത്തിലേക്ക് പോകുന്നു. എന്നാൽ നമ്മുടെ ജോലി എന്താണ്? ഭൂമിയിൽ ജനിച്ച എല്ലാവരോടും നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിന്റെ പരിപാടിയാണ് എന്ന പരിപാടിയെ കാണിച്ചു കൊടുക്കാനാണ് കർത്താവിന്റെ വേലക്കാരിയാക്കിയത്. അതിനാണ് സുവിശേഷകന്മാർ, അതിനാണ് പാസ്റ്റർമാര്, അതിനാണ് പ്രവാചകന്മാര്, അതിനാണ് അപ്പോസ്തലന്മാർ, അതിനാണ് ടീച്ചർമാർ, ഇടയന്മാർ. എല്ലാവരും ഇതിനു വേണ്ടിയുള്ളതാണ്. ഓരോ വീടുകളും കയറിയിറങ്ങി, ഓരോ ജംഗ്ഷനിലും കൺവെൻഷൻ വെച്ച്, ഓരോ ദേശത്തും ക്രൂസൈഡ് നടത്തി, ടെലിവിഷൻ പ്രോഗ്രാം നടത്തി മുന്നോട്ട് പോകുമ്പോൾ പലരുടെയും വിചാരം ഇത് മതം മാറ്റുന്ന ഗ്രൂപ്പാണ്. അല്ല, ദൈവത്തിന്റെ പ്രോഗ്രാമിലേക്ക് ഓരോ മനുഷ്യനെയും തിരിച്ചുവിടുന്ന ഒരു കൂട്ടമാണ് സുവിശേഷകർ, ദൈവവേലക്കാർ. ദൈവസഭയുടെ പദ്ധതി അതാണ്. ദൈവസഭ കെട്ടിയടച്ച തോട്ടമല്ല, ഇത് തുറന്ന ഏത് മനുഷ്യനും വന്ന് രക്ഷിക്കപ്പെടാനുള്ള ഒരിടമാണ്. ഇത് അടച്ച് വെക്കേണ്ട ഒന്നല്ല, എല്ലാവർക്കും വേണ്ടി തുറന്നു കിടക്കേണ്ട, എല്ലാവരും വന്ന് രക്ഷിക്കപ്പെടാനും ദൈവത്തിൻ്റെ പ്രോഗ്രാമിനെ തിരിച്ചറിയാനും. എൻ്റെ 23-ാമത്തെ വയസ്സിൽ ആണ് എൻ്റെ വിളിയെ ഞാൻ തിരിച്ചറിഞ്ഞത്. യേശുവിനെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വിളി മനസ്സിലാകില്ല. ഞാൻ കുടുംബസ്ഥനായി, മദ്യപാനിയായി, സാധാരണ ഒരു മനുഷ്യനായി മരിച്ച് നരകത്തിൽ പോകുമായിരുന്നു. എന്നാൽ എൻ്റെ വിളിയെ സുവിശേഷമാണ് എനിക്ക് വെളിപ്പെടുത്തിയത്. സുവിശേഷം മാത്രമാണ് ഒരു മനുഷ്യന്റെ വിളിയും തെരഞ്ഞെടുപ്പും വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിനെതിരെ പിശാച് പടവാൾ എടുത്തിരിക്കുന്നത്. എന്താണ്? സുവിശേഷം അറിയിച്ചാൽ എല്ലാവർക്കും അവരവരുടെ വിളി അറിയും. അവർ പാപത്തിൽ നിന്നും, മദ്യത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, വ്യഭിചാരത്തിൽ നിന്നും, കൊലപാതകത്തിൽ നിന്നും, എല്ലാ അക്രമത്തിൽ നിന്നും മാറി നല്ല മാർഗം സ്വീകരിച്ച് ദൈവത്തിന് ഫലം കായ്ക്കും. ദൈവത്തിന് ഫലം കായ്ച്ച് നിത്യത സ്വന്തമാക്കും. പിശാചിന് സഹിക്കില്ല. അതുകൊണ്ടാണ് സുവിശേഷത്തോട് ഇത്ര എതിരുള്ളത്. ഇതാ പൗലോസിനെ കൊല്ലണം. എന്താണ്? ഇവൻ ജാതികൾക്ക് പ്രകാശമാണ്, ഇരുട്ടിൽ കിടക്കുന്ന ജനത്തിന് വലിയ വെളിച്ചമാണ്. കൊല്ലണം, എങ്ങനെയും പൗലോസിനെ കൊല്ലണം. എന്നിട്ട് അവൻ്റെ മുടിയെ തൊടാൻ കഴിയുന്നില്ല. കാരണം പൗലോസിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. ഏറ്റൊടുവിൽ പൗലോസ് പറയുന്നുണ്ട് വാർദ്ധക്യത്തിൽ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. വേലയെല്ലാം തികച്ച ശേഷം അവർ പിടിച്ച് ജയിലിലിട്ടേക്കാണ്. കിടന്നോട്ടെ, ഞാൻ ഇവിടെ പുസ്തകമൊക്കെ വായിച്ചും പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നോളാം. തിമോത്തിയോസെ, നീ പോയി വരുമ്പോൾ ആ ചർമ്മലിഖിതങ്ങളും പുസ്തകങ്ങളും ഒക്കെ കൊണ്ടുപോവാ, ഒരു പുതപ്പും കൊണ്ടുപോവാ, പുതച്ചു മൂടിയിരുന്ന് ഇനിയുള്ള കാലം അത് ചെയ്യാം. പിശാച് വിചാരിച്ചത് പൗലോസിന്റെ പദ്ധതികൾ പൂർത്തിയാകരുത്. പൗലോസ് പദ്ധതി പൂർത്തിയായി, വിശ്രമിക്കുകയാണ്, ജയിലിലാണെന്ന് മാത്രം. ദൈവം ഒരുത്തനെ തെരഞ്ഞെടുത്താൽ അവന്റെ പദ്ധതിയെ ദൈവം പൂർത്തിയാക്കും. സൃഷ്ടിച്ചവൻ അത് പൂർത്തിയാക്കും.
ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും, അന്ത്യ അതിമഹത്താക്കി മാറ്റും. പൗലോസ് നമുക്ക് പ്രചോദനമാണ്. എന്താ കാരണം? ഒന്നുമില്ലാതെ വന്ന് ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്ത് കടന്നുപോയ ഒരു മനുഷ്യൻ. ഏലിയാവ് ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് ഒരു ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടു. ഇതുപോലെയാണ് പൗലോസ്, കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞൊരു മനുഷ്യൻ. ഇതുപോലെ നമുക്കുമായി തീരാൻ കഴിയും. ഒരു ശക്തിക്കും നമ്മെ തൊടാൻ കഴിയില്ല. ഗവൺമെന്റ് ഏതും വരട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും നമ്മൾ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നമ്മുടെ വീട്ടിൽ വോട്ട് ചോദിച്ചു വന്നാൽ അവരെ അനുഗ്രഹിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരണയുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യണം. ആര് ജയിച്ചാലും സന്തോഷിക്കരുത്, ആര് തോറ്റാലും സങ്കടപ്പെടുകയും ചെയ്യരുത്. ദൈവമാണ് അധികാരികളെ ആക്കുന്നതും മാറ്റുന്നതും എല്ലാം. ദൈവമാക്കിയ അധികാരം ഇന്ന് ഇന്ത്യയിലെ പ്രസിഡന്റും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും ഇന്നത്തെ ഓരോ സംസ്ഥാനത്തിലെ മന്ത്രിമാരും ദൈവമാക്കിയതാണ്. അംഗീകരിക്കാനുള്ള ഹൃദയം വേണം. അങ്ങനെ ഒരു വ്യക്തിയായി മാറിയാൽ നമുക്ക് ജയമാണ്. സുവിശേഷത്തിന് ഒന്നും ഒരു തടസ്സമല്ല. സുവിശേഷത്തെ ആരെതിർത്താലും സുവിശേഷം പൂർത്തിയാകും. കാരണം ദൈവത്തിൻ്റെതാണ് സുവിശേഷം. നമ്മളെന്തിനത് പേടിക്കുന്നത്? ഇന്ന് ഇതൊരു സ്വർഗീയ സന്ദേശമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ ഈ സന്ദേശം നിങ്ങൾക്ക് തണുപ്പാകും. ഒരു രാഷ്ട്രീയത്തിൻ്റെയും പുറകെ പോകരുത്. എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ട് മാറും. സഭ എല്ലാവർക്കും വെളിച്ചം കൊടുക്കും. റോട്ടിലുള്ള ഒരു ലൈറ്റ് ഒരു പാർട്ടിക്ക് മാത്രമല്ല ലൈറ്റ് കൊടുക്കുന്നത്. ഒരു പാർട്ടി വരുമ്പോൾ ഉടനെ കത്തും, മറ്റേ പാർട്ടി വരുമ്പോൾ കെടും. അല്ല, എല്ലാവർക്കും വെളിച്ചം കൊടുക്കും. സഭ മലമേൽ ശോഭിക്കുന്ന പട്ടണമാണ്. എല്ലാവർക്കും പ്രകാശം കൊടുക്കണം. നമ്മളെല്ലാവരുടെയും പൊതുസ്വത്താണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, എന്തെല്ലാം പീഡനങ്ങളും എതിർപ്പുകൾ വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തിയും കൃപയും യേശു ക്രിസ്തുവിൻ്റെ സഭയ്ക്കുണ്ടല്ലോ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഈ ഉപദേശത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ, ഈ കൃപയിൽ ജ്വലിക്കട്ടെ. ഇത് കേൾക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം വേലകൾ പൂർത്തിയാക്കാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. അങ്ങ് ഈ ഭൂമിയിലേക്ക് അയച്ച ദൗത്യം പൂർത്തിയാക്കാൻ എല്ലാവരെയും സഹായിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ഈ വെളിപ്പാടിൽ നമുക്ക് ജീവിക്കാം, കർത്താവിൽ ബലപ്പെടാം. നാളെ ഈ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, വാ. ജീവനാഥനായ എന്നുള്ളത്തിൽ യേശുവേ,
അത്